ആയിരക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾ കൊണ്ട് ചാരമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് ഞാൻ ലൈവായിട്ട് അത് കണ്ടെന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പോൾ അടുത്തത് നേരെ വന്ന് ഇതിൻ്റെ നടുമുറുകി കൊണ്ടുവന്ന് ഇടിക്കുന്നതാണ് ആദ്യം കാണുന്നത്. അവിടെ അയാളുടെ തലയിൽ ഈ ബുദ്ധി എങ്ങനെ തോന്നിയെന്നോ ഇതുപോലെ വികലമായിട്ട് ചിന്തിക്കാൻ ഇടയായത് എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. അമേരിക്കയിൽ മറക്കാൻ പറ്റാതിരുന്ന കാഴ്ചകളിൽ പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് സീറോ. അതായത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്നിരുന്ന സ്ഥലം. അതിപ്പോൾ ഗ്രൗണ്ട് സീറോ ആണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, പൂജ്യമാണ് അവിടെ ഗ്രൗണ്ട് സീറോ. അതേപോലെ തന്നെ നയഗ്ര അത്രത്തോളം നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നയഗ്ര. അവിടെ അത് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതെങ്ങനെ വിറ്റ് പണമാക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഞങ്ങൾ ചെല്ലുമ്പോഴും അവിടെ അപ്പോൾ ഏതാണ്ട് 10,000 ആളുകൾ അവിടെ ഉണ്ട് ആ സമയത്തും ഒക്കെ. ഞങ്ങൾ വൈകുന്നേരം ഞാൻ അവിടെ ചെന്നു, പിറ്റേന്ന് രാവിലെ അവിടെ ചെന്നു. അപ്പോൾ കൊടും തണുപ്പെന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ ശൈത്യമായിരുന്നു. കാരണം അത് ഏതാണ്ട് ടെമ്പറേച്ചർ -7 or 8 എങ്ങാണ്ടായിരുന്നു അന്ന് ഞാൻ ചെല്ലുമ്പോൾ. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ആ ബോട്ടിൽ ഇറങ്ങി ഈ നയഗ്രയുടെ അടുത്ത് പോകുന്ന ഒരു ഇടപാട് അവിടെ ഉണ്ട്. പക്ഷെ അത് കുറേ ആളുകൾ ബോട്ടിൽ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടു. അത് പോകാൻ നിന്നില്ല. കാരണം അതുപോലെ അവിടെ അല്ലാതെ തന്നെ നിൽക്കാൻ വയ്യ. പിന്നെ ഇനി അതിനകത്തൂടെ ഇറങ്ങുക എന്ന് പറയുന്നത് ആലോചിക്കാൻ വയ്യാത്തതുകൊണ്ട് അന്ന് വേണ്ട, അത് പിന്നെ ഒരിക്കൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടുന്നെങ്കിൽ പോവാം എന്നുള്ളൊരു ധാരണയിൽ ആണ് അവിടുന്ന് മടങ്ങുന്നത്. അപ്പോൾ അത് ആ നയഗ്രയുടെ കാഴ്ച എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രത്യേകതയുള്ളൊരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഷേപ്പിലാണ്, നമ്മുടെ മലയാളത്തിൽ എഴുതുന്നുള്ള ഷേപ്പിൽ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ പോയി അപ്പുറത്തൂടെ വന്നിട്ട് കാനഡയിലേക്ക് വന്ന് തീരുന്നതാണ് ഈ നയഗ്ര വെള്ളച്ചാട്ടം മുഴുവനായിട്ട്. അത് മുഴുവനായിട്ട് കാണണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നദിയിൽ ഇറങ്ങിയാലേ പറ്റുള്ളൂ. നദിയിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ബോട്ടിൽ കയറണം. പിന്നെ അല്ലെങ്കിൽ ഈ അമേരിക്കയിൽ നിന്ന് കാണുന്നതിനേക്കാളും സ്റ്റൈലായിട്ട് ബോട്ടിൽ ഇറങ്ങിയില്ലെങ്കിൽ, ബോട്ട് വഴി പോയില്ലെങ്കിൽ കാണാൻ ഏറ്റവും നല്ലത് യഥാർത്ഥ കാനഡയിലാണ്. കാനഡയിലേക്ക് ഇവിടുന്ന് പോകാനായിട്ട് അമേരിക്കയിൽ നിന്ന് പോകാൻ ഒരു വലിയ പാലമുണ്ട്. ഒരു പാലം അത് ഒരുപാട് വലിയൊന്നുമല്ല, ഈ ആറിന് കുറുകെ നയഗ്ര റിവറിന് കുറുകെ അങ്ങോട്ട് കടത്തിക്കുന്ന ഒരു വലിയ പാലം. ആ വലിയ പാലം എന്ന് പറഞ്ഞാൽ അത് നല്ല വീതിയുള്ള പാലമാണ്. അതിൻ്റെ കുറുകെ അത് നേരെ അങ്ങോട്ട് ചെല്ലുന്ന കാനഡയിലേക്കാണ്. ഇതിൻ്റെ മധ്യത്തിലാണ് അതിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അന്ന് കനേഡിയൻ വിസ ഞാൻ എടുത്തിട്ടില്ല. അത് കാരണം ആ വിസ ഇല്ലാത്തത് കൊണ്ട് USA നിന്ന് നേരെ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കയറിപ്പോകാൻ പറ്റിയില്ല. ഇനി അത് പോകുമ്പോൾ വീണ്ടും ആ കനേഡിയൻ വിസ കൂടെ എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അത് പറ്റിയില്ല എന്നുള്ളത് പിന്നെയും ഒരു കാര്യം, പിന്നെയും പോകാനിടയായി. അത് പിന്നെ ഞാൻ പോയപ്പോൾ ഈ വർഷം നേരത്തെ 2023 ഞാൻ പോയിരുന്നു. ഏതാണ്ട് ഒക്ടോബറിലെങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ, ഡേറ്റ്. അത് അന്ന് പോയപ്പോൾ ഇതിനായിട്ട് ബാക്കിയുള്ള ദൂര സ്ഥലങ്ങളിലാണ് പോയെങ്കിൽ പോലും അവിടുന്ന് ഫ്ലൈ ചെയ്ത് ഞങ്ങൾ ബഫലോ എയർപോർട്ടിൽ ഇറങ്ങി ഇവിടെ ഇത് കാണാൻ വേണ്ടി മാത്രം പോയി. ഇപ്പോൾ ഡാലസിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈ ചെയ്ത് ബഫലോ എയർപോർട്ടിൽ പോയതാണ്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഈ അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുകയാണെന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അത് പോകുമ്പോഴേ അറിയുള്ളൂ. ഈ ഡാലസിലേന്ന് യഥാർത്ഥ ബഫലോയിലേക്ക് 8 മണിക്കൂർ ഫ്ലൈറ്റാണ്. 8 മണിക്കൂർ ഫ്ലൈറ്റ്. അതിൽ ഇടയ്ക്കുന്ന് ഇറങ്ങാനുണ്ട്. അവിടെ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറോളം നമുക്കവിടെ പോകും. ബാക്കിയുള്ള ഇത്രയും സമയം ഫ്ലൈ ചെയ്യുന്ന സമയമാണ്. അത് സൗത്ത് വെസ്റ്റ് എയർലൈൻസ് അമേരിക്കയുടെ അതിലാണ് ബാക്കി. അങ്ങനെ ഇപ്പോൾ ഈ പോയപ്പോഴൊക്കെ ഞങ്ങൾ ഫ്ലൈ ചെയ്തത് ഒരുപാട്. അപ്പോൾ ഇത് മാത്രവുമല്ല, നമുക്കിപ്പോൾ ഈ ഓരോ സ്ഥലത്ത് അവിടെ നമുക്ക് ആളുകൾക്ക് അറിയത്തില്ല അവിടെ ചെല്ലുന്നുണ്ടേ. അപ്പോൾ ഈ ടൈം ഡിഫറൻസ് ആണ്. ടൈം ഡിഫറൻസ് പറഞ്ഞാൽ 2-3 മണിക്കൂർ വ്യത്യാസമാണ് ഓരോ സ്ഥലങ്ങളിലും. ഇപ്പോൾ നമുക്ക് ആദ്യം ഞങ്ങൾ ചെന്ന് ഇറങ്ങിയ സ്ഥലത്ത്, അതായത് ഇപ്പോൾ മയാമി പോയി. ഇപ്രാവശ്യം പോയപ്പോൾ മയാമി എന്നൊക്കെ നേരെ അവിടുന്ന് ബൈ കാറാണ് ഞങ്ങൾ ഒർലാൻഡോയിലേക്ക് പോയത്. ഒർലാൻഡോയിലേക്ക് പോയ ബൈ കാറ് ഒരു 8 മണിക്കൂർ എടുക്കും. അത് പോയി. അതൊക്കെ അത്രയും വലിയ ഹൈവേ ആണ്. നല്ല സേഫാണ് ഈ യാത്ര. വളരെ ഫാസ്റ്റായിട്ട് പോകാം.
അങ്ങനെ ഒരു 8 മണിക്കൂർ കൊണ്ട് ഒർലാൻഡോയിൽ എത്തിയിട്ട് ഒർലാൻഡോയിൽ നിന്ന് ആണ് പിന്നെ ഈ ഡയാലസിലേക്ക്. അപ്പോൾ എൻ്റെ സൺലയുടെ അനുജൻ അവിടെ അവൻ താമസിക്കുന്ന അവനെ കാണാൻ അവനെ ഇതുവരെ കാണാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി. അവിടെ ഞങ്ങളൊരു 3 ദിവസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നാണ് പിന്നെ ഇതുപോലെ ഈ ഡാലസിലേക്ക് പോകുന്നത്. ഡാലസിലേക്ക് ബഫലോ എയർപോർട്ടിലേക്ക് പോകണ്ട. ബഫലോ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ നയാഗ്രയുമായിട്ട് ബഫലോ എയർപോർട്ടിന് ഒരു 20 മിനിറ്റേ ഉള്ളൂ യാത്ര. ബഫലോ എയർപോർട്ടിൽ നിന്ന് നയാഗ്രയിൽ പോകാൻ വളരെ സൗകര്യമാണ്. അപ്പോൾ ഈ എയർപോർട്ട് തന്നെ കൊണ്ടുവച്ചേക്കുന്നതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഇറങ്ങുന്നവരെല്ലാം ഈ നയാഗ്ര കാണാൻ വരുന്ന ആളുകളാണ്, അല്ലാതെ അവിടെ താമസിക്കുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് വൈകുന്നേരം ശരി എന്നാൽ പോയി കളയാം, നേരെ പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു നേരത്തെ തന്നെ. ബോട്ടിൽ പോയി കയറി. അത് നമ്മളെ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മൊത്തം ഇടാൻ ഒരു മൂടുപടം, പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു മൂടുപടം അവർ തരും, ഒരു റോസ് കളറുള്ളത്. അതൊക്കെ മൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ വെള്ളം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ വീഴും. കാരണം ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളമാണ്, വളരെ ദൂരെ നീങ്ങി തെറിക്കും. ഒരു 1/2 കിലോമീറ്റർ ദൂരെ നിന്നേ അത് വെള്ളം തെറിക്കാൻ തുടങ്ങും. ആ രീതിയിലാണ്. പിന്നെ കുളിക്കുന്ന പോലെ അത്ര മഴ പെയ്യുന്ന പോലാണ് ഈ വെള്ളം ഇതിനടുത്തേക്ക് ചെല്ലുമ്പോൾ. അതൊരു വലിയ അനുഭവമാണ്. ഈ ബോട്ടിൽ നേരെ കൊണ്ടുപോയിട്ട് ഈ ആദ്യം അമേരിക്കയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോകും, പിന്നെ കനേഡിയൻ സൈഡിൽ കൂടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരികയാണത്. ഈ പോലുള്ള ഈ വെള്ളച്ചാട്ടം നമുക്ക് വളരെ നന്നായിട്ട് കാണാം. അത് കാണേണ്ട കാഴ്ചയാണ്. അത്രയും ഒരു രൗദ്രഭാവമുള്ള ഒരു കാഴ്ച. ആ രൗദ്രഭാവമാണെങ്കിലും വളരെ മനോഹരമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും. പക്ഷേ ഇതേപോലെ ഇത്രത്തോളം വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം, അതുപോലെ മനോഹരമാണത്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല വേറെ എങ്ങും. അതുപോലെ മഴ പെയ്യുന്ന വെള്ളം ദേഹത്ത് വീഴാണ് ഈ ബോട്ടിൽ. അപ്പോൾ എത്രയോ ആളുകൾ നിയന്ത്രിച്ചാൽ കയറ്റുന്നത്. ഞാൻ മുകളിലത്തെ ഡെക്കിലങ്ങ് പോയി നിന്നു. അത് കാണാൻ പറ്റി. അത് കാരണം നന്നായിട്ട് കാണാം. സൈഡിൽ പേടിക്കുന്നവരൊക്കെ ഇതിൻ്റെ താഴെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് വളരെ അത്രയും നല്ല ഒരു സൗന്ദര്യമുള്ള ഒരു കാഴ്ചയും കണ്ടതിന് ശേഷമാണ് മടങ്ങാൻ പറ്റിയത്. അപ്പോൾ ആ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിൽ ആര് പോകുന്നെങ്കിലും എവിടെ പോയാലും ശരി, കുറെ പൈസ മുടക്കിയാലും കുഴപ്പമില്ല, നേരെ. അപ്പോൾ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ തന്നെയാണ് ഈ നയാഗ്ര വരുന്നത്. ഇവിടെ ന്യൂയോർക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അവിടെ നിന്ന് പോകാനായിട്ട് ബൈ കാർ പോകാം. ഒരു 8 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ ആർക്കും കാണാം. പോകുന്നവർ അമേരിക്കയിൽ പോകുന്നവർ നയാഗ്ര കാണാതെ ഒരിക്കലും മടങ്ങരുത്. അവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച അത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അന്ന് പോയതിൻ്റെ കട ഞാൻ തീർത്തു. കാരണം അന്ന് എനിക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റിയതേ ഉള്ളൂ. മുകളിൽ നിന്നുള്ള കാഴ്ച ഒന്നുമല്ല. ഈ ബോട്ടിലിരുന്ന് നോക്കുമ്പോൾ ഈ മുകളിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് ചെറും പോയിന്റായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം അത്ര ആളുകളൊന്നും തിരിച്ചറിയാൻ ഒക്കത്തില്ല. അത്ര ദൂരെ നിന്നാണ് അന്നേരം മുകളിൽ നിന്ന് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ആ കാഴ്ചയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല കാഴ്ചയാണ് ഈ ബോട്ടിലൂടെ ഇതിൻ്റെ അടുത്തോട്ട് പോകുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ വളരെ അടുത്തൂടെ പോയിട്ട് തിരിഞ്ഞ് കറങ്ങി അങ്ങ് വരും. അപ്പോൾ 2 വശത്തെയും കാഴ്ചകളും കണ്ട് നമുക്ക് ബോട്ട് ആ ലാൻഡിങ്ങിലേക്ക് കൊണ്ടുവന്ന് അടുപ്പിക്കും, നമുക്ക് ഇറങ്ങി വരാം. അപ്പോൾ വളരെ സൗകര്യമാണ്. ആ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ ഈ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പോയത് വൈകുന്നേരം അവസാനത്തെ ട്രിപ്പിൽ എങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ അന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നു, വീണ്ടും തിരിച്ചു വന്നേനെ. ഏതായാലും അത് കാണാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് വളരെ ഒരു സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഗ്രൗണ്ട് സീറോ. അതായത് ലോകത്തെ അമ്പരചുംബികളായിട്ടുള്ള 2 ഗോപുരങ്ങൾ ഉയർന്നു നിന്നാണ്, 2 ടവേഴ്സ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, നടുക്കൊരു ഗ്രൗണ്ടും. ഇപ്പോഴും ആ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഇത് നിന്നിരുന്ന സ്ഥലം ശൂന്യമാണ്. അപ്പോൾ വലിയ ഗ്ലാസ് ഇട്ടിട്ട് അതിങ്ങനെ കീപ്പ് ചെയ്തേക്കാണ്. ഒരു മോണുമെന്റ് എന്നുള്ള നിലയ്ക്ക് അതിങ്ങനെ കീപ്പ് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു അന്ന്. അത് 2017 ആദ്യം ഞാൻ പോയത്. അന്നേരം ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വലിയ തിരക്കൊന്നും ഞാൻ കണ്ടില്ല അവിടെ. മറ്റ് സ്ഥലങ്ങളിലെ പോലെ വലിയ തിരക്കുകളൊന്നും കണ്ടില്ല. പിന്നെ അവിടെ ഉള്ള പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ, നമുക്കവിടെ ചെല്ലുമ്പോൾ മനസ്സിന് തന്നെ ഒരു വലിയ മാനസിക സംഘർഷം ഉണ്ടാവും. കാരണം ആയിരക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾ കൊണ്ട് ചാരമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അവിടെ. ആ കാഴ്ച മിക്കവാറും ഒക്കെ BBC അന്ന് പ്രക്ഷേപണം ചെയ്ത് ഒരുപാട് ആളുകൾക്ക് കാണാൻ പറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് ഞാൻ ലൈവായിട്ട് അത് കണ്ടെന്നുള്ളതാണ്.
ലൈവായിട്ട് അത് കാണാൻ കാരണം അന്ന് ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടിരിക്കുന്ന സമയത്താണ്. അവിടെ ഞാൻ വൈകുന്നേരം, അപ്പോൾ ഈ സെപ്റ്റംബർ 11 എന്ന് പറയുന്നത് എൻ്റെ മാരേജ് ആനിവേഴ്സറിയാണ്. അന്നാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകരുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറേ ഡേറ്റുകൾക്ക് പ്രത്യേകതയുണ്ട്. ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കാൻ കയറിയത് ഒരു ഡിസംബർ 25-26-25 സുനാമി ഉണ്ടായത് അന്നാണ്. ഇവിടെ ആദ്യം TV വെച്ച് കപ്പ കാണുന്നത് സുനാമിയാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അങ്ങനെ വൈകുന്നേരം ഞാൻ വീട്ടിൽ വന്ന് കോടതിയിൽ നിന്ന് ജോലിയും കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് ഒന്നിരുന്നു. വൈഫ് ചായ കൊണ്ടുവന്ന് കുടിക്കാനായിട്ട്, ബ്ലാക്ക് ടീ കൊണ്ടുവന്ന് അത് കുടിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ എന്നും BBC അന്നത്തെ കാലത്ത്, ഇപ്പം ഞാൻ കാണാറില്ല, BBC ഇപ്പം വെക്കാറില്ല. അന്ന് BBC എല്ലാം ഇങ്ങനെ വന്നിരുന്നാൽ എങ്ങനെയായാലും ശരി ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് BBC കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ, ഡ്രസ്സ് മാറാൻ പോകും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ BBC വെച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ആദ്യം ഇതിങ്ങനെ കമൻറ്റേറ്റർ പറയുകയാണ് വലിയ അപകടം ഉണ്ടായത്. അതിൻ്റെ ഒരു ഫ്ലൈറ്റ് വന്ന് അപകടത്തിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരെണ്ണത്തിൽ ഇടിച്ചു എന്ന് പറഞ്ഞു. അത് അങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതിങ്ങനെ നേരെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ നേരെ അമർന്ന് വീഴുകയാണ് ചാരമായിട്ട്, വലിയ സ്റ്റീൽ പൈപ്പുകളായി വീഴുന്ന മുഴുവൻ. അത് ആ രീതിയിലാണ്. അപ്പോൾ പറയുന്നു അടുത്ത വേറൊരു ഫ്ലൈറ്റ് വരുന്നു, അതും ദിശ തെറ്റി വരികയാണെന്നാണ്. അന്നേരം ഇത് അറ്റാക്കാന്ന് മനസ്സിലാവുന്നില്ല അവർക്ക്. ഞങ്ങൾ കണ്ടിരിക്കുന്ന നമുക്കും മനസ്സിലാകത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അടുത്തത് നേരെ വന്ന് ഇതിൻ്റെ നടുമുറുകി കൊണ്ടുവന്ന് ഇടിക്കുന്നതാണ് ആദ്യം കാണുന്നത്. അവിടെ എന്നിട്ട് അത് തീ കത്തുന്നതാണ് കാണുന്നത്. പിന്നെയാണിത് തിരിച്ചറിയുന്നത് ഇത് പെൻറ്റഗണിലൊക്കെ ഉടനടി, അതായത് ഒരു 4-5 മിനിറ്റിനകത്ത് അടുത്ത പെൻറ്റഗണിലൊക്കെ ഉള്ള ആക്രമണമാണ് ഈ ഫ്ലൈറ്റൊക്കെ വന്നത്. ചെറിയ വ്യത്യാസത്തിലാണ് പെൻറ്റഗണൊക്കെ രക്ഷപ്പെടുന്നത്. അതിൻ്റെ ഒരു സൈഡിലേ ഇടിച്ചുള്ളൂ. കാരണം ആ രീതിയിലുള്ള ആണ്. പല എയർപോർട്ടുകളിൽ നിന്ന് പൈലറ്റുമാർ ഒന്നിച്ച് ടേക്ക് ഓഫ് ചെയ്ത് ഈ ഫ്ലൈറ്റ്, അതായത് അവർ ടെററിസ്റ്റാണ്, ഈ അറ്റാക്കിനായിട്ട് നോക്കിക്കോണം ചെയ്യുന്നത്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ഇതും സാധ്യമാണല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചതാണ്. എത്രയോ സ്ഥലങ്ങളിലേക്കുള്ള ഒരൊറ്റ അറ്റാക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഭൂഗർഭ അറയിലേക്ക് പോകേണ്ട ഗതികേട് വന്ന ഒരു ദിവസമാണ്. അങ്ങനെ സംഭവിച്ചതാണ്. കാരണം ഇത് എന്ത് സംഭവിക്കും, എവിടെ വരും, അത് വൈറ്റ് ഹൗസിന് നേരെ പോയി. അത് കിട്ടാതെ പോയതാണ്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി കാണത്തില്ല. കാരണം ഈ പൈലറ്റ്സിനൊക്കെ ട്രെയിനിങ് ഉണ്ടെങ്കിലും അത്രത്തോളം വലിയ ട്രെയിൻഡ് അല്ല അവർ. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അമേരിക്കയിൽ കൂടെ ഫ്ലൈ ചെയ്ത് നല്ല പരിചയം വേണം. അതില്ല. എന്നാലും പറ്റുന്ന പണിയൊക്കെ അവർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. അത് അങ്ങനെ ഒരു ആയിരക്കണക്കിന് ആളുകൾ, എത്ര പേരുണ്ടെന്ന് കണക്ക് പോലും ഇല്ല. കാരണം ഇതിനകത്തൊക്കെ നിരവധി ഓഫീസുകളും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നതാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. അപ്പോൾ അത് ഇത്രത്തോളം ഉയരമുള്ള ഈ കെട്ടിടത്തിൽ അതിനകത്ത് എത്ര പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കുമില്ല. കാരണം കണക്കെല്ലാം പോയല്ലോ, ഒന്നുമില്ല. അതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു കമ്പ്യൂട്ടർ പോലും റിട്രീവ് ചെയ്യാൻ ഒക്കത്തില്ല. ആ രീതിയിൽ മുഴുവൻ ചാരമായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്ര പേര് വന്നു, സന്ദർശകരെന്ന് പറയുന്ന ഒരു വിസിറ്റേഴ്സ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതാണ് ഒരു ദിവസം. അതുകൊണ്ട് എത്ര പേര് ആ സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു കണക്കുമില്ല. അപ്പോൾ ഈ പറയുന്ന കണക്കുകൾ എന്നൊക്കെ പറയുന്നത് അവിടെ ഓരോ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്ത ആളുകളുടെയൊക്കെ കണക്ക് വെച്ചുകൊണ്ട് ഊഹാപോഹം പറയുന്നതല്ലാതെ ഒന്നുമില്ല. ആ ഊഹാപോഹവും ആക്ച്വൽ നമ്പറുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. കാരണം അതായത് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടി ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് സംഭവിച്ചേക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ അമേരിക്ക അതിന് പകരം വീട്ടിയത്, അത് അന്വേഷണത്തിൽ അവർ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. ബിൻ ലാഡനാണ് ഇതിൻ്റെ പുറകിൽ. ബിൻ ലാഡൻ എന്ന് പറയുന്ന ആളുകൾ നമ്മൾ വിചാരിക്കും ഈ ബിൻ ലാഡൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ടെററിസ്റ്റ്, അയാളൊരു ഭീകരൻ എന്ന് നോക്കും. പക്ഷെ അയാളെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. ബിൻ ലാഡൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓഫ് കമ്പനീസ് വലിയ ചെയിനാണ് ലോകത്തുള്ളത്. പ്രത്യേകിച്ച് അറബ് കൺട്രീസിലൊക്കെ, നമ്മൾ സൗദി അറേബ്യയിലൊക്കെ പോയാൽ ബിൻ ലാഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്, ധാരാളം ഉണ്ട്. അയാളുടെ ഫാമിലിയിൽ അയാളുടെ തന്നെയാണ് ഉള്ളത്. ഒരുപാട് പേരെ അയാൾ അക്കോമഡേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് വലിയ ഗ്രൂപ്പായിട്ട് അവരുടെ വ്യാപാരമൊന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട്. അവർ ലോകത്ത് തന്നെ വളരെ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ്. അയാളുടെ തലയിൽ ഈ ബുദ്ധി എങ്ങനെ തോന്നിയെന്നോ, ഇതുപോലെ വികലമായിട്ട് ചിന്തിക്കാൻ ഇടയായത് എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. പലപ്പോഴും അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാനൊക്കാത്ത വിധത്തിലുള്ള
ഒരു പണിയാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കരമായിട്ടുള്ള, ഇത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനൊക്കാത്ത വിധത്തിലുള്ള ഒരു അറ്റാക്കാണ്. അമേരിക്കൻ ഹിസ്റ്ററിയിൽ ഇതേപോലുള്ള ഒരു അക്രമ സംഭവം ഒരിക്കലും ഉണ്ടായി കാണത്തില്ല. അതുകൊണ്ട് ഏത് ടെററിസ്റ്റുകൾക്കും സസുഖം ഒളിച്ചു വാഴാവുന്ന ഒരു സ്ഥലമായിട്ട്, ഒരു ഹബ്ബായിട്ട് പാകിസ്ഥാൻ മാറി എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇതിനുള്ളതാണോ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം? ഇന്ത്യയിൽ നിന്ന് വേർപെട്ടു പോയ രാജ്യമാണ്. കാരണം കിണറിൽ ആരെങ്കിലും വിഷമിട്ടാലോ? അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. അങ്ങനെ ഒരു പരസ്പരമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേ നമുക്ക് ലോകത്ത് ജീവിക്കാൻ ഒക്കുള്ളൂ. ഈ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയാണ് കേട്ടോ. ചിലപ്പോൾ പെയ്യും, ചിലപ്പോൾ പെയ്യല. ഈ ഊഹാപോഹം പറയുന്നതാണെന്ന് പറയുന്നത്.